എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു 4 മണി പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി കുറച്ച് മസാലകൾ തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4-5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇച്ചിരി എരിവായിട്ടുള്ള പച്ചമുളക് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. തീരെ അങ്ങ് അരച്ച് പേസ്റ്റ് പോലെ ഒന്നും ആകണ്ട, വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കിതേപോലെ അരച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മിക്സിയിൽ അരച്ചു വച്ചിരിക്കുന്നതായ ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ആ മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിത് 2 മിനിറ്റോളം നമുക്കിതൊന്ന് ചെറുതീയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ചു മാറ്റി വെച്ചിരിക്കുന്നതായ ആ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതൊരു ഡ്രൈ ആയിട്ടുള്ള മസാല ആയതുകൊണ്ട് ഉരുളക്കിഴങ്ങിലോട്ട് പെട്ടെന്ന് മസാല യോജിപ്പിച്ചെടുക്കാൻ പാടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നല്ലതുപോലെ നമുക്കിതേപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പിൻ്റെ അളവ് ഇച്ചിരി കുറവാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡിലോട്ട് ചേർക്കേണ്ട ആ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പരുവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു നാരങ്ങയുടെ വലുപ്പത്തിനനുസരിച്ച് ചെറിയ ചെറിയ ഉരുളയാക്കി നമുക്കെടുക്കാം. ഇതുപോലെ എല്ലാം ചെറിയ ചെറിയ ഉരുളയാക്കി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിപ്സിൻ്റെ ബ്രെഡാണ്. അപ്പോൾ ഇതേപോലെ 2 ബ്രെഡ് ഇങ്ങനെ സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഒരു ബ്രെഡിൻ്റെ ഒരു ഭാഗത്തേക്കാണ് നമ്മളിവിടെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ചെറിയ ഉരുള ഇങ്ങനെ ഇതുവരെ പരത്തി കൊടുക്കാം കൈ ഒഴിച്ച്. എന്നിട്ട് മറ്റേ ബ്രെഡ് ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇതുപോലെ വെച്ച് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഞാൻ കട്ട് ചെയ്യുന്നത് പോലെ ആ സൈഡും ഈ സൈഡും ഒന്നിക്കുന്ന രീതിയിൽ നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേ നമ്മുടെ ഫില്ല് ചെയ്തതൊന്നും പുറത്ത് വരാതെ നല്ല രീതിയിൽ ഇത് കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡിലും മസാല ഇതേപോലെ ചേർത്ത് നമുക്ക് കട്ട് ചെയ്ത് ഓരോന്നോരോന്നായി മാറ്റി വയ്ക്കാം. ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാൻ 2 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് കടലമാവും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തൊന്ന് ബാറ്റർ ഒന്ന് റെഡിയാക്കണം. അപ്പം ബാറ്റർ ഒത്തിരി അങ്ങ് ലൂസായും പോകരുത്, കട്ടിയാകാനും പാടില്ല. ആ പരുവത്തിൽ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് ലൂസാക്കിയെടുക്കാം. അപ്പോൾ ഈ പരുവാകുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും കട്ടിയായിട്ട് നമുക്കെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡും ഇതിലേക്ക് മുക്കി എടുക്കാം. ഒരു പാനിലേക്ക് അത്യാവശ്യത്തിന് റോസ്റ്റ് ആകുന്ന രീതിയിലുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു. അപ്പോൾ എണ്ണയെല്ലാം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മുക്കിയെടുത്ത ആ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ നമുക്കിതൊന്നും മറിച്ചിടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തന്നെത്താനെ ഇത് എണ്ണയിൽ ഇങ്ങനെ പൊങ്ങി വരും, നല്ലതുപോലെ സെറ്റായി വരും, അടിയിലൊന്നും പിടിക്കത്തില്ല. ആ സമയമാകുമ്പോൾ നമുക്ക് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ആദ്യം നല്ല തീ കൂട്ടി വേണം വെച്ചിരിക്കാൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ തീ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്കിത് എടുക്കാം, എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡും ഇതേപോലെ മറിച്ചും തിരിച്ചും ഇട്ട് നമുക്കിതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് പക്കോട എന്നും പറയും, അല്ലെങ്കിൽ ബ്രെഡ് പാറ്റീസ് എന്നും പറയും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും പറയാം. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഗോഡ് ബ്ലെസ് യു ഓൾ.